കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേകൾ ഈസ്റ്റർ സീരീസ് അതുപോലെ തന്നെ വിഷു സീരീസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് റമദാനാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ റമദാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ റമദാൻ തീമിലും അതുപോലെ തന്നെ റമദാൻ ആകുമ്പോൾ നമ്മുടെ വീടൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഡെക്കോർ ഐറ്റംസിൻ്റെ ഒക്കെ ആയിട്ട് വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ തീമിലുള്ള ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഏത് ബോട്ടിലാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ബോട്ടിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗോൾഡൻ കളർ പെയിൻറ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സ്പ്രേ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് ഉള്ളത്, ഏത് പെയിൻ്റ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബേസ് കളർ കൊടുത്തു കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു ബേസ് കളറൊക്കെ കൊടുത്ത് ആ ഒരു ബോട്ടിൽ ഗോൾഡൻ കളർ കൊടുത്ത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ഗോൾഡൻ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗോൾഡൻ കളർ കൊടുത്ത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ കളറും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇനി നമ്മളൊരു ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതാ ഇതുപോലെ ലൈൻസ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും സെൻറ്റർ ലൈൻ നമ്മൾ കുറച്ച് നീളത്തിൽ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ചെറിയ ലൈൻസ് സൈഡിൽ വരച്ചു കൊടുക്കാം. വീണ്ടും അപ്പുറത്തും ലൈൻസ്. അപ്പം മൊത്തം നമ്മൾ 5 ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു ലെങ്ത്ത് ലൈനും അതിനുശേഷം സൈഡിലായിട്ട് 2 ലൈൻസ് വീതം 2 സൈഡിലും വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെറിയ ലൈനിൽ നമ്മൾ ഈ ചെറിയ ലൈൻ ഉണ്ടല്ലോ അവിടെ നമ്മളൊരു സ്റ്റാർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റമദാൻ തീമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർ മൂണും സ്റ്റാറൊക്കെ അല്ലേ അതിൻ്റെ തീം. അപ്പോൾ അതുപോലെ ആ 2 ലൈൻമേ കൊടുത്തു. സെൻറ്ററിലെ ലൈൻമേ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അത് നമ്മൾ വിട്ടേക്കാണ്. സൈഡിലുള്ള 2 ലൈൻസിലും നമ്മളിങ്ങനെ സ്റ്റാർ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിലും നമ്മൾ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൈഡിലുള്ള 2 ലൈൻസ് വീതം 4 ലൈൻമേൽ നമ്മൾ സ്റ്റാർ കൊടുത്തു. സെൻറ്റർ ലൈൻസ് വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളിതിങ്ങനെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കുട്ടി സ്റ്റാർ പോലത്തെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ലുക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതുപോലെ എല്ലാ ലൈൻസിൻ്റെയും ഇടയിൽ ഇങ്ങനെ കൊടുത്തു. പിന്നെ ഈ ബാക്കിലൊക്കെ ഒന്ന് കൊടുത്തു കേട്ടോ. ഒരു കുട്ടി സ്റ്റാർ ഇരിക്കുന്ന പോലെ ജസ്റ്റ് ബ്രഷ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുത്തി കൊടുത്താണ്. ഇനി നമ്മൾ ഈ സെൻറ്റർ ലൈനിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വരച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റമദാൻ തീമിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾക്ക് എപ്പോഴും റമദാൻ ആയതുകൊണ്ട് തന്നെ സ്റ്റാർസും മൂൺസും ഒക്കെയാണ് റമദാൻ്റെ ഒരു ഡെക്കോർ അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ കാണിക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്കൊരു ക്രസൻറ്റ് മൂണാണല്ലേ, ക്രസൻറ്റ് മൂണ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതൊന്ന് വരച്ചിട്ട് ഇതിലിങ്ങനെ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫില്ല് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഔട്ട്ലൈൻ മാത്രമായിട്ടായാലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം കുട്ടി കുട്ടി സ്റ്റാർസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഉള്ളിൽ ഫില്ല് ചെയ്യാതെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി കേട്ടോ. ഭംഗി എനിക്ക് കുറച്ചുകൂടെ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും സ്റ്റാർ വരയ്ക്കാൻ അറിയാമായിരിക്കില്ലേ. 2 ട്രയാങ്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്താൽ ഏകദേശം സ്റ്റാർ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റിയ ടൈപ്പ് ഓഫ് സ്റ്റാറാണിത്. അപ്പോൾ ഇതുപോലെ 3 സ്റ്റാറൊക്കെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഇടയിലൊക്കെ വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ അതൊരു ലുക്കായിരിക്കും. ഈ സൈഡിലൊക്കെ സ്റ്റാർസൊക്കെ ഇങ്ങനെ വരച്ച് ഒരു ഡെക്കോർ പീസ് പോലെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ നെക്ക് ഭാഗം ഒന്നിങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അവിടെയും കൂടെ നമ്മളൊന്ന് നെക്കിൽ കൊടുത്തു. പിന്നെ ഈ ഒരു ലൈനിൽ ഞാനൊന്ന് ആ ബോട്ടിലിൻ്റെ ഒരു ഇങ്ങനെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു ബ്ലാക്ക് കളർ നമ്മളൊന്ന് കൊടുത്തെടുത്തു കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് കമ്പൈൻഡ് ആവുന്ന പോലെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബ്ലാക്ക് കളർ കൊടുത്തേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. വളരെ ഈസി ആയിട്ടും വളരെ എളുപ്പത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ റമദാൻ തീമിലുള്ള ഫസ്റ്റ് ബോട്ടിലായിട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബ്ലാക്ക് പെയിൻ്റ് ഇല്ലെങ്കിൽ നമുക്കിത് ഗ്ലിറ്റർ കൊടുത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ലുക്കായിരിക്കും ഗ്ലിറ്ററൊക്കെ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.